ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ ഡിഗ്രി തോറ്റ വിദ്യാർത്ഥിയുടെ PG പ്രവേശനം സംബന്ധിച്ച് ഫയൽ VC ആവശ്യപ്പെട്ടിട്ടും നൽകാതെ ഉദ്യോഗസ്ഥർ. തുടർന്ന് ഫയൽ ഹാജരാക്കാൻ പരീക്ഷാ കൺട്രോളർക്ക് VCയുടെ നിർദ്ദേശം. നിയമവിരുദ്ധമായി വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകിയ VCക്ക് പകരം നിയമിച്ച VCയെ ക്യാമ്പസിൽ കയറ്റാതെ SFIക്കാർ ഉപരോധിച്ചു. ചൊവ്വാഴ്ചയാണ് നാടകീയ രംഗങ്ങൾക്ക് സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. സംസ്കൃത സർവകലാശാലയിൽ BFA തോറ്റ വിദ്യാർത്ഥിക്ക് MFAയ്ക്ക് പ്രവേശനം നൽകിയതിന്റെ ഫയൽ VC ഡോക്ടർ സിസ തോമസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് VC ഇന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രവേശിക്കുന്നത് തടയാൻ SFI വിദ്യാർത്ഥികൾ രംഗത്തെത്തി. VC ഗവർണറുടെ ഓഫീസിൽ വിവരം അറിയിച്ചയുടൻ തന്നെ ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സർവകലാശാല ക്യാമ്പസിൽ എത്തി. തുടർന്ന് പോലീസ് സുരക്ഷയിൽ ഓഫീസിൽ എത്തിയ VC രജിസ്ട്രാറോടും പരീക്ഷാ കൺട്രോളറോടും തോറ്റ BFA വിദ്യാർത്ഥിയുടെ MFA പ്രവേശനവും വിദ്യാർത്ഥിയെ ജയിപ്പിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതി ശുപാർശ ചെയ്തതും സംബന്ധിച്ച ഫയലുകൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച സിൻഡിക്കേറ്റ് രേഖകൾ ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് കൈമാറാൻ രേഖാമൂലം നിർദ്ദേശം നൽകിയെങ്കിലും ബന്ധപ്പെട്ട ഫയലുകൾ ഒന്നും കൈവശമില്ലെന്നാണ് രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും വിശദീകരണം എന്നറിയുന്നു. തോറ്റ വിദ്യാർത്ഥിയുടെ പ്രവേശനം സംബന്ധിച്ച ഒരു ഫയലുകളും ബന്ധപ്പെട്ട രേഖകളും VCക്ക് കൈമാറരുതെന്ന് ചില ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയതായി അറിയുന്നു. തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം നിർത്തിവെക്കാനും രേഖകൾ ഹാജരാക്കാനും ഗവർണർ ആവശ്യപ്പെട്ടിട്ടും VC ഡോക്ടർ ഗീതാകുമാരി വിസമ്മതിച്ചതാണ് VCയുടെ ചുമതലയിൽ നിന്നും ഗീതാകുമാരിയെ നീക്കാൻ കാരണമായത്. ഗീതാകുമാരിയെ ഗവർണർ നീക്കിയതിൽ പ്രതിഷേധിച്ചുകൂടിയായിരുന്നു SFIയുടെ സമരം.